നന്ദി സർ. സമാപന പ്രഭാഷണത്തിനായി ഏറ്റവും ബഹുമാനപ്പെട്ട രാഘവൻ മാഷിനെ ക്ഷണിക്കുന്നു. പ്രിയ സുഹൃത്തുക്കളെ, തെയ്യത്തിൻ്റെ നാട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. തെയ്യത്തിലൊരു ഏർപ്പാടുണ്ട്. അതിന് കോലത്തുമ്മൽ കോലം എന്നാണ് പറയുക. പ്രധാനപ്പെട്ട ഒരു ദേവതയുടെ കോലം കഴിഞ്ഞാൽ ആ ദേവതയുടെ മുടിയുടെ ഏതെങ്കിലും ഒരു ഭാഗം നീക്കം ചെയ്യും. എന്നിട്ട് അതിന് ശേഷം അത് മറ്റൊരു ദേവതയാണ്. സാധാരണയായി പുതിയ ഭഗവതി എന്ന് പറയുന്നൊരു തെയ്യമുണ്ട്. അതിൻ്റെ പിന്നിലുള്ള ഈ ഒരു ഭാഗമുണ്ട്, അതങ്ങ് കഴിച്ചളയും. അതോടെ അത് ഭദ്രകാളിയാവും. ഈ ഏർപ്പാടാണിപ്പം ഞാൻ നടക്കുന്നത്. ആദ്യം തുടങ്ങി വേറൊരു കോലത്തിൽ, ഇപ്പോൾ വേറൊരു കോലത്തിൽ. ഇതിൽ എന്തിനാണെന്ന് പണ്ട് വൈലോപ്പള്ളി ആരോട് ചോദിച്ചിരുന്നു, പറഞ്ഞു എന്താ ഉദ്ദേശം എന്ന് ചോദിച്ചിരുന്നു. അതുപോലെ ഇതെന്താ ഉദ്ദേശം ഈ ശ്രീകുമാറിനെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഞാനിതിന് ഒഴിയാൻ വേണ്ടി ശ്രമിച്ചതാണ്. കാരണം എനിക്ക് വേറെ 2 ദിവസം ഈ ദിവസങ്ങളിൽ കഷ്ടപ്പെടുകയായിരുന്നു. ഞാൻ വേറെ ക്ലാസ് ഉണ്ട്, അതുകൊണ്ട് ഒഴിവാക്കാൻ പറഞ്ഞിട്ട് ഒഴിവാക്കിയില്ല. ഞാൻ പിന്നെ ഒരുപാട് ബന്ധങ്ങളിലുകൊണ്ട് ഒഴിവാക്കി. പക്ഷെ വന്നത് നന്നായി എന്നിപ്പോൾ തോന്നുന്നു. കാരണം ഒരുപാട് പുതിയ അറിവുകൾ, ഇൻഫർമേഷൻസ്, ഒരുപാട് പുതിയ ആളുകൾ ഒക്കെ കാണാനും കേൾക്കാനും അറിയാനും ഒക്കെ സാധിച്ചു എന്നുള്ള ഈ ഒരു വലിയ സംരംഭത്തിൽ, വലിയ സംരംഭം എന്ന് പറയുന്നത് ഒരു തുടർച്ചയായ സംരംഭത്തിൻ്റെ ആദ്യ ഭാഗമാണിത്. ഇതിവിടെ അവസാനിക്കുന്നില്ല എന്നതിൻ്റെ സംഘാടകർ നേരത്തെ പറഞ്ഞതാണ്. അതിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ, എന്നെ ക്ഷണിച്ചതിലൊക്കെയുള്ള നന്ദി ഇതിൻ്റെ സംഘാടകരോട്, പ്രത്യേകിച്ച് ശ്രീകുമാറോട് ഒക്കെ. എനിക്ക് പിന്നെ ഇവിടെ വരുന്നതൊക്കെ സന്തോഷമാണ്. ചന്ദ്രബോസൊക്കെ ഇടയുള്ളത് കൊണ്ട്, പരിചയമുള്ള കുറച്ച് ആളുകളൊക്കെ ഉള്ളതുകൊണ്ട് വരുന്ന സന്തോഷമാണ്. അപ്പോൾ സമാപന ഭാഷണം എന്നൊക്കെ പറയുന്നത് ഒരു വാക്യത്തെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണവിരാമിടുക എന്നാണ്. അപ്പോഴാണ് അതിന് അർത്ഥം ഉണ്ടാവുക, അല്ലേ? ഒരു വാക്യത്തിന് പിന്നെ അർത്ഥം ഉണ്ടാവുന്നത് പൂർണ്ണവിരാമിടുമ്പോഴാണ്. അല്ലെങ്കിൽ അത് അർത്ഥത്തിൽ നിന്ന് പിന്നെ അർത്ഥത്തിലേക്ക് പോകും. അപ്പോൾ ഇതിപ്പോൾ പൂർണ്ണവിരാമം ഇടാൻ പറ്റില്ല, കാരണം ഇത് അർദ്ധവിരാമം ഇടണം. കാരണം ഇതൊരു തുടർച്ചയായ ഒരു പ്രക്രിയയുടെ താൽക്കാലികമാണ്. ഒരു അർദ്ധവിരാമം ഇട്ടിട്ട് നമുക്ക് പിരിയാം. അപ്പോൾ ഈ അർദ്ധവിരാമം എന്താ ഇടേണ്ടത് എന്നുള്ളതാണ് പ്രശ്നം. എനിക്കൊരുപാട് പ്രശ്നങ്ങളുണ്ട് ഈ ഒരു വർക്ക്ഷോപ്പിൽ, ഒരു അക്കാഡമിഷ്യൻ എന്നുള്ള നിലക്ക്. ഇത് കുറേ കൊല്ലമായല്ലോ ഈ കയ്യിലും കൊണ്ട് നടക്കുന്നത്, ഒരുപാട് കൊല്ലമായി. അപ്പോൾ ഉണ്ടാകുന്ന ചില അങ്കലാപ്പലുകളൊക്കെ എനിക്കുണ്ട്. ഈ ഒരു വർക്ക്ഷോപ്പ് എനിക്ക് നേരിടുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഒരു പ്രശ്നം ഞാൻ ബുദ്ധിമുട്ടിക്കാനല്ല പറയുന്നത്, അതിൻ്റെ ഒരു പ്രശ്നം പറയാണ്. ഈ ഒരു പ്രക്രിയ എന്ന് പറയുന്നത് സാങ്കേതിക പദാവലിയുടെ മറ്റു ഇവിടെ ചർച്ച നടന്നത് പലപ്പോഴും, ഇന്ന് പ്രത്യേകിച്ചിട്ട് ചർച്ച മുഴുവൻ നടന്നത് പദാവലിയെക്കുറിച്ചാണ്, അല്ലാതെ സാങ്കേതിക പദാവലിയല്ല. സാങ്കേതിക പദാവലി എന്ന് പറയുന്നത് ജ്ഞാനോൽപാദനത്തിൻ്റെ അവസാന ഘട്ടത്തിൽ സംഭവിക്കുന്ന ഒന്നാണ്. എന്ന് പറഞ്ഞാൽ ജ്ഞാനോൽപാദനത്തിൽ ഒരു പ്രശ്നത്തിൽ ആരംഭിച്ചിട്ട് ആ പ്രശ്നത്തെ ഒരുപാട് ഘട്ടങ്ങളിലൂടെ കടത്തിയിട്ട് ചോദ്യങ്ങളാക്കി, അതിനെ ഹൈപ്പോത്തീസിസാക്കി, അതിനെ പിന്നെ ഡാറ്റ കളക്ട് ചെയ്ത്, പിന്നെ അനാലിസിസ് നടത്തി, ഇൻ്റർപ്രിറ്റ് ചെയ്ത്, പ്രോബ്ലം റിസോൾവ് ചെയ്തതിന് ശേഷമുള്ള മറ്റൊരു പ്രക്രിയയാണ് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അതിനെയാണ് പ്രസൻറ്റേഷൻ എന്ന് ടെക്നിക്കലായിട്ട് പറയുക. അപ്പോഴാണ് ഈ ആപത്ത് വരുന്നത്. ഏത്? ഈ സാങ്കേതിക പദം എന്ന് പറയുന്നത്. അത്ര വരെ ബുദ്ധിമുട്ടില്ല. കാരണം ഇതെങ്ങനെ എനിക്ക് വളരെ സബ്ജക്റ്റീവായ എൻ്റെ ബോധ്യങ്ങളെ, ഒരു റിസർച്ച്, ഒരു ജ്ഞാനോൽപാദനം എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ വ്യക്തിപരമായ, വ്യക്തി എന്ന നിലക്കുള്ള അയാളുടെ അനുഭവങ്ങളാണ്, തുടക്കം മുതൽ ഒടുക്കം വരെ. പിന്നെ അതിൻ്റെ അവസാന ഭാഗം, ഇത് സാർത്ഥകമാകണമെങ്കിൽ ഇത് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാൻ നമുക്ക് സാധിക്കണം.
ഫെലോ അക്കാഡമിഷ്യനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കേണ്ടി വരുമ്പോഴാണ് ഇത്തരം അമൂർത്തമായ ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ നമ്മൾ ഉൽപ്പാദിപ്പിച്ചെടുത്തിട്ടുണ്ട്, പല ഘട്ടങ്ങളിലായിട്ട് ഉൽപ്പാദിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ പല ഘട്ടങ്ങളിലായി ഉൽപ്പാദിപ്പിച്ചെടുത്ത ഈ സങ്കല്പനങ്ങളെ, കോൺസെപ്റ്റുകളെ എങ്ങനെയാണ് പേരിട്ട് വിളിക്കുക എന്നതാണ് ഒരു റിസർച്ചർ എഴുത്തിൻ്റെ ഘട്ടത്തിൽ അല്ലെ കമ്മ്യൂണിക്കേഷൻ്റെ ഘട്ടത്തിൽ അയാൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട, ജ്ഞാനശാസ്ത്രത്തിൽ അങ്ങനെയാണ് അതിനെ വിശദീകരിക്കേണ്ടത്. അങ്ങനെ നമ്മൾ ഇതിനു വേണ്ടിയിട്ട് തപ്പാൻ തുടങ്ങും. വലിയ ബുദ്ധിമുട്ടാട്ടോ. നിങ്ങൾക്ക് റിസർച്ച് നിങ്ങൾ അറിവുണ്ടാക്കി, പക്ഷെ അറിവ് എങ്ങനെ നിങ്ങൾ കൺവേ ചെയ്യും വേറൊരാളോട്? അയാൾക്ക് എനിക്കിത് സബ്ജക്റ്റ് അറിവ്, ഐ ആം വെരി ക്ലിയർ അബൌട്ട് മൈ റിയാലിറ്റി. ഞാൻ എങ്ങനെയാണത് മറ്റുള്ളവരോട് സംവദിക്കാൻ പോകുന്നത്? ആ സംവദിക്കാൻ പോകുന്ന ഘട്ടത്തിൽ ഇത്തരം അമൂർത്തമായ ആശയങ്ങളുടെ ചേർച്ചയായ ഈ സങ്കല്പനങ്ങളെ ഉണ്ടാക്കിയിട്ട് അതിനെ പേരിട്ട് വിളിക്കണം. ആ പേരിട്ട് വിളിയാണ് ഈ സാങ്കേതിക പദം എന്ന് പറയുന്നത്. അങ്ങനെയാണ് അതിനെ വിശദീകരിക്കേണ്ടത്. ഇത് സ്വാഭാവികമായിട്ടും ഒരാൾക്ക് അയാൾ കണ്ടെത്തും. പക്ഷെ അത് അയാൾ ഏത് ഭാഷയിലാണോ വർക്ക് ചെയ്യുന്നത്, അയാൾ ഏത് ഭാഷക്കാരനാണോ അതിനനുസരിച്ചിട്ട് അയാൾ ഒരു വാക്കുണ്ടാക്കും. പക്ഷേ അത് ഫെലോ അക്കാഡമിഷ്യൻസ് ഓൾ ഓവർ ദ വേൾഡ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും? മറ്റു മാർഗങ്ങളിൽ താണ്ടി വരും. ഇപ്പം മലയാളത്തിൽ ഞാനിത് അനുഭവിച്ച ഒരാളാണ് ഈ അടുത്ത കാലത്ത്. ഞാനൊരു പുസ്തകത്തിൻ്റെ ജോലി തുടങ്ങിയിട്ട് കുറേ കാലമായി. ചെറിയ പ്രശ്നമല്ല അത്. ലെവി സ്ട്രോസിന് ഒരു ഭാഷ്യം എഴുതിയ ചെറിയ പണിയല്ല. അപ്പം അതിൻ്റെ അവസാന ഭാഗം വരുമ്പോഴേക്ക് ഞാനത് ഒരു പുതിയ തിയോററ്റിക്കൽ ഇന്നൊവേഷൻ അതിൻ്റെ അവസാന ഭാഗത്തേക്ക് എൻ്റെ എഡിഷൻ എന്നുള്ള ഭാഷയാണല്ലോ, എനിക്കെന്തും ചെയ്യാം, എനിക്കെന്ത് സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ ഞാൻ ചെയ്തു. അപ്പോഴാണ് ഈ സാങ്കേതിക പദത്തിൻ്റെ ഒരു പ്രശ്നം വരുന്നത്. എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ അല്ല സമൂഹത്തിൻ്റെ മനസ്സിൽ, ഞാനൊരു ഒറ്റ ഉദാഹരണം പറഞ്ഞിട്ട് അത് തീർക്കാം നമുക്ക്. എൻ്റെ ഈ ഒരു സമൂഹത്തിൻ്റെ അല്ല ഈ ഞാൻ അതിന് ഉദാഹരണമായിട്ട് എടുത്തത് ഇയാളുടെയാണ്, എടശ്ശേരിയുടെ കവിതകളാണ്, ആഖ്യാന കവിതകളാണ്, 2 എണ്ണം. അപ്പോൾ എടശ്ശേരിയുടെ മനസ്സിൽ ഒരു ഘട്ടെത്തുമ്പോഴേക്ക് ഒരേ പാരഡൈം മേലോട്ട് കയറി വരികയാണ് 2 രൂപത്തിൽ. ഇത് ലെവി സ്ട്രോസൊന്നും പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു പ്രശ്നത്തെ, കാരണം അയാൾ കവിതയെക്കുറിച്ചേ പറഞ്ഞിട്ടില്ല. ഈ അവസ്ഥയെ എങ്ങനെ വിശദീകരിക്കും? ഇതൊരു തിയററ്റിക്കൽ പ്രശ്നമാണ്. ഇതിനെ സാങ്കേതികമായിട്ട് എങ്ങനെയാണ് വിശദീകരിക്കാൻ പോകുന്നത്? അതിനെങ്ങനെയാണ് സാങ്കേതിക പദം കണ്ടിരുന്നത്? ഒടുവിൽ ഞാൻ കണ്ടെത്തിയ പദം അകമ്പൊരുൾ എന്നാണ് പാരഡൈമിന്. അത് പിന്നെ ഞാൻ ഉണ്ടാക്കിയൊരു വാക്കാണ് മലയാളത്തിൽ. അതിന് സഹാകമ്പൊരുൾ എന്ന് പറയുന്ന വേറൊരു ടെക്നിക്കൽ ടേം ഞാൻ കണ്ടെത്തി. എന്നിട്ട് ഞാൻ തർജ്ജമക്ക് പോയിട്ട് കോഹറൻ്റ് പാരഡൈം എന്ന് ഇംഗ്ലീഷിൽ അങ്ങോട്ട് തർജ്ജമ ചെയ്തു. ഇതാണ് നമുക്ക് ചെയ്യാനുള്ള കാര്യം. നമ്മളിപ്പോൾ ഇന്നിപ്പോൾ കേരളത്തിലായാലും ഇന്ത്യയിലും നടക്കുന്നതെന്ന് പറഞ്ഞാൽ, ഒന്നാമത് നടക്കുന്നത് നമുക്ക് 2 തരം ഗവേഷണങ്ങളാണുള്ളത്, ജ്ഞാനോൽപാദനയേ ഉള്ളൂ. ഒന്ന് ഇൻഡക്റ്റീവ് അല്ലെങ്കിൽ ഡിഡക്റ്റീവ്. ഏതെങ്കിലും ഒന്നിൽ വീഴും. ഏത് റിസർച്ച് ആയാലും ഏതെങ്കിലും ഒന്നിലായിരിക്കും നിങ്ങൾ ചെയ്യുന്നത്. ഒന്നുകിൽ ഡിഡക്റ്റീവാണ് അല്ലെങ്കിൽ ഇൻഡക്റ്റീവാണ്. സ്വാഭാവികമായിട്ടും നമ്മുടെ യൂണിവേഴ്സിറ്റിയിലുള്ള എല്ലാ PhD തീസും എന്താണ്? ഡിഡക്റ്റീവാണ്. ഏതെങ്കിലും തിയറി ആരെങ്കിലും ഉണ്ടാക്കിയ കോൺസെപ്റ്റ് എടുത്ത് നമ്മുടെ വെർജിൻ ഡാറ്റയുടെ പുറത്തിട്ടിട്ട് അത് അങ്ങനെ തന്നെ സിന്ദാബാദ് എന്ന് പറയലുണ്ടല്ലോ പണ്ട്. അങ്ങനെയാണ് ജാഥക്ക് പോകുമ്പോൾ ഈ കടുപ്പപ്പെട്ട സ്ലോഗനൊക്കെ വിളിക്കാൻ തുടങ്ങി. ഇത് ബാക്കിലുള്ളവന് കേൾക്കില്ല. അന്നേരം ഓൻ പറയുന്നത് എന്താ? അങ്ങനെ തന്നെ സിന്ദാബാദ് എന്നാണ്. മിക്കവാറും നമ്മുടെ ജ്ഞാനോൽപാദനമൊക്കെ അങ്ങനെ തന്നെ സിന്ദാബാദ് എന്നാണ്. പക്ഷേ ഇതിന് വളരെ വാല്യൂ ഉണ്ട് കേട്ടോ, അത് വേറെ കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ഒരു ജനറലൈസേഷൻ എന്ന് പറയുന്ന സാമാന്യവൽക്കരണം ആണ് നമ്മൾ സാധാരണഗതിയിൽ ഒരാൾ ചെയ്യുക ഒരു ജ്ഞാനോൽപാദനത്തിൽ. അത് ഒരു തിയറിയുടെ ഇതിലേക്ക് എലിവേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരുപാട് ആളുകൾ ആ തിയറി
വ്യത്യസ്ത ദേശകാലങ്ങളിൽ ഡാറ്റയുടെ മേൽ അപ്ലൈ ചെയ്തിട്ട് ഈ അങ്ങനെ തന്നെ സിന്ദാബാദ് എന്ന് പറഞ്ഞാലേ എന്താവുള്ളൂ, ഇത് തിയറി ആവുള്ളൂ. എല്ലാ തിയറി അങ്ങനെയാണ്, സയൻസിലായാലും അത് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത ദേശകാലങ്ങളിലുള്ള എന്ന് പറഞ്ഞാൽ സാർവലൗകിക സത്യമാണ്. ഇവിടെയാണ് പ്രശ്നം ദേശം കിടക്കുന്നത്. ഒരുപക്ഷെ നമ്മൾ ഇനി അങ്ങോട്ട് ഇന്ത്യൻ സിറ്റുവേഷനിൽ പ്രത്യേകിച്ചിട്ട് നമ്മൾ ഈ റിസർച്ചിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു ജ്ഞാനോൽപാദന പദ്ധതിയിലേക്ക് പോകേണ്ടി വരും. അത് ഇൻഡക്റ്റീവ് റിസർച്ചിൻ്റെ ഭാഗമാണെങ്കിൽ പോലും അതിനപ്പുറത്തായിരിക്കും. ഒരു ഡാറ്റക്കുള്ളിൽ നിന്നുണ്ട്, അത് മറ്റേ പാശ്ചാത്യമായിട്ട് അത് വിശദീകരിച്ചിട്ടൊക്കെ ഉണ്ട്. അതിന് ഗ്രൗണ്ടഡ് തിയറി എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ സില്ലിയായിട്ട് ഒരു കൺസെപ്റ്റ് ഇട്ട് ആക്കിയിട്ട് അതിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ് ഈ ആഗോള അല്ലെ സാർവലൗകിക ഈ റിസർച്ച് മെത്തഡോളജിയിൽ. ഗ്രൗണ്ടഡ് തിയറി എന്നാണ് പറയുക. ഡാറ്റയിൽ നിന്നുണ്ടാക്കുന്ന ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന തിയറിയാണെന്ന് പറയുക, ഗ്രൗണ്ടഡ് തിയറി എന്ന് പറയുക. ആ ഗ്രൗണ്ടഡ് തിയറി അത് ഇനിയുള്ള കാലത്ത് ആഗോളീകരണത്തിന് വിരുദ്ധമായ രീതിയിൽ ലോകം ചരിക്കേണ്ടുന്ന ഒരു അവസ്ഥ വരണമെങ്കിൽ അതിനനുസരിച്ചുള്ള ജ്ഞാനോൽപാദനം നമ്മൾ നടത്തേണ്ടി വരും. അത്തരം ജ്ഞാനോൽപാദനം നടത്തുമ്പോൾ ഈ റിസർച്ചിൽ നിന്ന്, ഈ ജ്ഞാനോൽപാദനത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായ മറ്റൊരു ജ്ഞാനോൽപാദനം ഡാറ്റയുടെ അകത്ത് നിന്ന്, ഏതാണോ ജനത, ആ ജനതയുടെ അകത്ത് നിന്നുകൊണ്ട് അവരുടെ യാഥാർത്ഥ്യത്തെ തിയറൈസ് ചെയ്യുകയും അതാണ് സത്യം എന്ന് ലോകത്തോട് വിളിച്ചു പറയുകയും ചെയ്യാനുള്ള ബാധ്യത ഇനി അങ്ങോട്ടുള്ള കാലത്ത് ഈ ലോകം നിലനിൽക്കണമെങ്കിൽ, ഈ പ്രകൃതിയും ഈ കാണുന്ന ജീവജാലങ്ങൾ മാത്രമല്ല മനുഷ്യരടക്കം എല്ലാവരും നിലനിൽക്കണമെങ്കിൽ ഇനി അങ്ങോട്ട് നമ്മൾ സത്യത്തിനെക്കുറിച്ചുള്ള നിർവചനം, ട്രൂത്തിനെക്കുറിച്ചുള്ള നിർവചനം മാറ്റി എഴുതേണ്ടി വരുമെന്നാണ് ഈ കാലത്ത് ജീവിക്കുന്ന ഒരു അക്കാഡമിഷ്യൻ എന്നുള്ള നിലക്ക് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ പുതിയ സാങ്കേതിക പദങ്ങളുടെ ഒരു കുത്തൊഴുക്ക് തന്നെ ഉണ്ടാവും. കാരണം ഇന്ന് വരെ നമ്മൾ ഉൽപ്പാദിപ്പിച്ചെടുത്ത ഈ സാങ്കേതിക പദങ്ങൾ ഒന്നും മതിയാവില്ല. ഒരു അകമേയുള്ള ഒരു പഠനത്തിലൂടെ പുതിയ യാഥാർത്ഥ്യത്തെ, റീജിയണലായ ലോക്കലായ സംസ്കാരത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ട് നാം വിളിച്ചു പറയും, ദാ ഇവിടുത്തെ മനുഷ്യരുടെ യാഥാർത്ഥ്യം എന്ന് പറയും. ഇന്നിപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്നറിയോ? ഏതെങ്കിലും ഒരു ഫ്രോയിഡിൻ്റെ ഒരു തിയറി എടുത്തിട്ട് ഇഡിപ്പസ് കോംപ്ലക്സ് എടുത്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടുത്തെ അല്ലെങ്കിൽ ഏതെങ്കിലും ഡാറ്റയുടെ പുറത്ത് വെച്ചിട്ട് നമുക്ക് പറയാം ഇഡിപ്പസ് കോംപ്ലക്സ് ഉണ്ടല്ലോ ഇവിടെ എന്ന് പറയാം. എന്നിട്ട് ഫ്രോയിഡിനെ ന്യായീകരിക്കാം. ഇനി അതല്ലെങ്കിൽ രാമാനുജമൊക്കെ ചെയ്തതുപോലെ എ.കെ. രാമാനുജത്തിൻ്റെ വളരെ പ്രസിദ്ധമായൊരു പഠനമുണ്ട്. ആ പഠനത്തിൽ അയാളും തെളിയിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പിന്നെ ഇഡിപ്പസ് കോംപ്ലക്സ് ഇന്ത്യയിലില്ല എന്നാണ്. എന്തുകൊണ്ട്? എക്സെപ്ഷണൽ റൂൾ കണ്ടെത്തുകയാണ് അയാൾ. നമ്മുടെ ജ്ഞാനോൽപാദനത്തിൻ്റെ ഒരു പ്രശ്നം അതാണ്. നമ്മൾ ഡാറ്റ ചില സത്യങ്ങൾ നിങ്ങളോട് പറയുകയും അത് നിങ്ങൾ അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക? അതിന് എക്സെപ്ഷണൽ റൂൾ ഉണ്ടാക്കും, എന്നിട്ട് അതിനെ വിശദീകരിച്ച് കളയും. പക്ഷേ ഈ എക്സെപ്ഷണൽ റൂൾ അങ്ങനെയാണ് എ.കെ. രാമാനുജം ഇന്ത്യയിൽ ഈഡിപ്പസ് കോംപ്ലക്സ് കഥകളില്ല എന്നും മിത്തുകളില്ല എന്നും അതെന്തുകൊണ്ട് എന്ന് അതിനൊരു എക്സെപ്ഷണൽ റൂൾ കണ്ടെത്തുകയാണ്. ഇന്ത്യൻ സിറ്റുവേഷനിൽ അത്തരം കഥകൾ ഉൽപ്പാദിപ്പിക്കാൻ ഇന്ത്യൻ സംസ്കാരം സമ്മതിക്കില്ല എന്ന് തെളിയിക്കുകയായിരുന്നു അയാൾ ആ പഠനത്തിലൂടെ. അപ്പോഴും ആരെയാ തെളിയിക്കുന്നത്? ഫ്രോയിഡ് ശരിയാണെന്നാണ് തെളിയിക്കുന്നത്. എന്താ ഫ്രോയിഡ് എല്ലാത്തിനും ശരിയായിക്കൊള്ളണമെന്നുണ്ടോ? നമുക്കെന്താ ഫ്രോയിഡിൻ്റെ അപ്പുറത്തേക്ക് പോയിക്കൂടെ? ഇന്ത്യയിൽ ഉള്ളത് ഈഡിപ്പസ് കോംപ്ലക്സ് ഇല്ലാതിരിക്കുന്നത് ഇതിൻ്റെ എക്സെപ്ഷണൽ റൂളല്ല എന്നും നമ്മൾ ഗ്രൗണ്ടഡ് തിയറി വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ അകമേയുള്ള ഡാറ്റകൾ വെച്ചിട്ട് പുതിയ സത്യങ്ങളെ കണ്ടെത്തുകയും അത് ലോകത്തോട് വിളിച്ചു പറയുകയും ചെയ്യാൻ സാധിക്കണം. നമുക്ക് എല്ലാ ജനതക്കും സാധിക്കണം. അങ്ങനെ എല്ലാ ജനതക്കും സാധിക്കുമ്പോൾ ആധിപത്യം ഉറപ്പിക്കാൻ സാധിക്കില്ല. കാരണം ഈ അറിവാണ് അധികാരം. അറിവാണ് അധികാരം എന്ന് മാത്രമല്ല, ആ അധികാരം ഉപയോഗിച്ചിട്ടാണ് സമ്പത്ത് ഉണ്ടാക്കുന്നത്. ആ സമ്പത്ത് ഉപയോഗിച്ചിട്ടാണ് അധികാരം ജനങ്ങളുടെ മേലടിച്ചേൽപ്പിക്കുന്നത്. അങ്ങനെ ആഗോളകമായിട്ട് ആഗോളീകരണത്തിൻ്റെ ഒരു ഘട്ടത്തിൽ പ്രത്യേകിച്ചിട്ടും
ഈ ഒരു അവസ്ഥയെ നേരിടണമെങ്കിൽ ജ്ഞാനോൽപാദനം എന്ന് പറയുന്നതിൻ്റെ സ്വഭാവം മാറുകയും അതിൻ്റെ സാങ്കേതിക പദാവലി അതിനനുസരിച്ച് മാറുകയും ഒക്കെ വലിയൊരു, അതാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാതെ പോയൊരു കാര്യം. ഇതാണ് ഇന്ത്യൻനെസ് ഇൻ നോളജ് പ്രൊഡക്ഷൻ. IKS എന്ന് പറയുന്ന പഴയ കാര്യങ്ങളാണ്. പഴയ നമുക്ക്, ഞാൻ കുറച്ച് ഇതായിട്ടാണ് പറഞ്ഞെങ്കിലും നമുക്ക് ചന്തിക്ക് തായമ്പുണ്ടെന്ന് പണ്ട് ആനപ്പുറത്തെ കയറിയിട്ട് തായമ്പുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എന്താ എൻ്റെ ഉപ്പാപ്പാക്കൊരു ആനയുണ്ടായിരുന്നു എന്ന് ബഷീർ പറഞ്ഞല്ലോ. അതിൽ അതുകൊണ്ട് എന്താ കാര്യം? ഇപ്പം വേണ്ടേ ആന? ഇപ്പം നമുക്ക് എന്താ ഉള്ളത്? അതിന് നമ്മൾ എന്ത് ചെയ്യണം? ലോകത്തിൻ്റെ മുന്നിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ജ്ഞാനത്തിൻ്റെ ഒരു ശേഖരം ഇതാ ഞാൻ മുന്നോട്ട് വെക്കുന്നു എന്ന് പറയാൻ. കാരണം ജ്ഞാനമാണ്, നേരത്തെ പറഞ്ഞ പോലെ ദർശനം എന്ന് പറയണോ പ്രത്യയശാസ്ത്രം എന്ന് പറയണമെന്ന് വേറെ കാര്യം. ഞാൻ പ്രത്യയശാസ്ത്രം എന്നുള്ള ഒരു കൺസെപ്റ്റ് അതിനെ ഈക്വലൈസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ, അത് വേറെ കാര്യമുണ്ട്, വേറെ കാര്യമാണ്. പ്രത്യയശാസ്ത്രം, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രത്യയശാസ്ത്രമുണ്ട്. ഈ പുതിയ പ്രത്യയശാസ്ത്രം ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കണം. അതിന് നോളജ് ആവശ്യമാണ്. നോളജാണ് ഇതിനുണ്ടാക്കുന്നത്. അങ്ങനെയാണ് മാർക്സിസ്റ്റ് പ്രത്യയശാസ്ത്രം ഇവിടെ ശക്തപ്പെട്ടത്. മാർക്സിസം എന്ന് പറയുന്ന ഒരു ജ്ഞാനത്തിൻ്റെ പിൻബലത്തോടെയാണ് ഇവിടെ ആ പ്രത്യയശാസ്ത്രം ശക്തമാവുകയും അതിൻ്റെ യാഥാർത്ഥ്യം ഉണ്ടാവുകയും ചെയ്യുന്ന കേരളത്തിൽ. അപ്പോൾ പ്രത്യയശാസ്ത്രം, പുതിയ പ്രത്യയശാസ്ത്രം ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ പുതിയ ജ്ഞാനപദ്ധതി ഉണ്ടാവണം. ആ ജ്ഞാനപദ്ധതിയിൽ നിന്ന് പുതിയ നോളജ് ഉണ്ടാവും. ആ നോളജിൽ നിന്ന് നിങ്ങൾക്ക് സത്യം ഇന്നതാണെന്ന് പറയാൻ സാധിക്കും. അങ്ങനെ ബോധ്യപ്പെട്ടാൽ വികസനത്തിൻ്റെ നിർവചനം മാറി വരും. ഇന്ത്യയുടെ വികസനമുണ്ട് എന്നും ജാപ്പാൻ്റെ വികസനമുണ്ട് എന്നും കാസർഗോഡിൻ്റെ വികസനമുണ്ട് എന്നും പറയാനുള്ള ഒരവസരം ജ്ഞാനോൽപാദനത്തിലൂടെ സാധിക്കും. അതിൻ്റെ ഭാഗമാണ് ഏത്? സാങ്കേതിക പദാവലി എന്ന് പറയുന്നത്. എനിക്കൊരു നിർദ്ദേശം ഇതിൻ്റെ ആളുകളോട് വെക്കാനുള്ളത്, സാങ്കേതികമായൊരു പ്രശ്നമുണ്ട് ഈ വർക്ക്ഷോപ്പിന് ടോട്ടൽ. അത് ഇതിന് എന്താണെന്ന് പറഞ്ഞാൽ ഒരു ഘട്ടം ജമ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഏകീകരിക്കണമെങ്കിൽ ആദ്യം എന്ത് വേണം? എല്ലാ ഭാഷകളിലും ഒരു ഏകീകൃത പദാവലി വേണം. ആ പദാവലി ആവശ്യമാണെന്ന് വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് ഹൈസ്കൂൾ ക്ലാസ് വരെ, അത് ഇതിൻ്റെ സംഘാടകർ പറഞ്ഞു, ഹൈസ്കൂൾ ക്ലാസ് വരെ പഠിപ്പിക്കാൻ അത്തരം ഒരു പദാവലി ആവശ്യമാണ്, കുറഞ്ഞ പക്ഷം. അത് കഴിഞ്ഞിട്ടാകുമ്പം നമുക്ക് ഈ പദാവലിയെ മറ്റ് ഭാഷകളുമായിട്ട് ഏകീകരിച്ചിട്ടൊരു പദാവലിയുടെ സഞ്ചയം ഉണ്ടാക്കുകയും അത് കോളേജ് ക്ലാസ്സിൽ അത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളൊരു നിർദ്ദേശം. കാരണം രണ്ടിനെയും സാറ്റിസ്ഫൈ ചെയ്യുക. ഹൈസ്കൂൾ ക്ലാസ് വരെ നമ്മൾ സാങ്കേതിക പദാവലി എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ ഉൽപ്പാദിപ്പിച്ച ഇവിടുത്തെ ഭാഷക്കനുകൂലമായ രീതിയിൽ, ഭാഷക്കനുകൂലം എന്ന് പറഞ്ഞാൽ എല്ലാ തലം, ഭാഷയുടെ ഈ 5 തലം ഉണ്ടല്ലോ, ഭാഷയുടെ സ്വനതലം മുതൽ വാക്യതലല്ല അർത്ഥതലം വരെയുള്ള എല്ലാറ്റിനും അനുകൂലമായ ഒരു സാങ്കേതിക പദാവലി സൃഷ്ടിക്കപ്പെടണം. എന്നിട്ട് അത് സ്വീകരിക്കപ്പെടണം. അത് കഴിഞ്ഞാൽ അത് എല്ലാ സംസ്ഥാനത്തിലും എല്ലാ ഭാഷകളിലും ഉണ്ടായാൽ അതൊക്കെ പരസ്പരം ചേർത്ത് വെച്ചിട്ട് നമുക്കൊരു മറ്റൊരു ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് ഇവിടെ മിസ്സാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഫലവത്താവില്ല. എൻ്റെ കണക്കിന് വലിയ ആളുകളായിരിക്കും ഇതൊക്കെ തീരുമാനിച്ചിട്ടുണ്ടാവുക, എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ആവശ്യമാണ്. അതിൻ്റെ ഗുണം എന്താന്ന് പറഞ്ഞാൽ മലയാളി സാറ്റിസ്ഫൈഡ് ആകും. അവർക്ക് അവരുടെ പദാവലി ഉണ്ട്. കോളേജുകളിലേക്ക് പോകുമ്പോൾ, ഹയർ എഡ്യൂക്കേഷനിൽ പോകുമ്പോൾ ഒരു കോമൺ പദാവലിക്ക് പോകുമ്പോൾ ആർക്കും പരാതി ഉണ്ടാവില്ല. ഇങ്ങനെയൊരു ഇത് നിങ്ങൾ എവിടെയാണ് നിർദ്ദേശം കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ കൊടുക്കണോ, എനിക്കറിഞ്ഞുകൂടാ. ഞാൻ പറയുന്നത് ശരിയോ തെറ്റോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. ഏതായാലും അത്തരം നിർദ്ദേശമുണ്ട്. ഏതായാലും ഇത്തരം ഒരു ഇതിന് പുറപ്പെട്ട ഗവൺമെൻറ്റിൻ്റെ ഏജൻസിയും അതോടൊപ്പം യൂണിവേഴ്സിറ്റിയും പ്രത്യേകിച്ച് ശ്രീകുമാറിൻ്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു സാധനം, അത് ഞാൻ അല്ലെങ്കിൽ വരില്ലായിരുന്നുള്ളൂ. ഈ കക്ഷി എന്നെ ഇങ്ങനെ പെസ്റ്റേറ്റ് എന്തെല്ലാം ഓഫർ ചെയ്യുന്നത്. മാഷ് ഞാൻ വന്ന് കൂട്ടു സ്റ്റേഷനിൽ, അടിയും തരുന്നില്ല, എൻ്റെ ക്വാർട്ടേഴ്സിൽ മാഷ് താമസിക്കണം. ഇങ്ങനെ പല പ്രലോഭനത്തിലാണ് എന്നെ കൊണ്ടുവന്നത് കേട്ടോ. അല്ലെ ഞാൻ സ്കിപ്പ് ചെയ്യാൻ വിചാരിച്ചാണ്, വയ്യ അല്ലേ. 2 മണിക്കൂർ രാവിലെ ക്ലാസ് എടുത്തിട്ട് ഞാൻ എല്ലാ സമയവും ഇവിടെ ഇരുന്നിരുന്നു കേട്ടോ. അതെൻ്റെ ഒരു ശീലമാണ്. ഞാൻ എവിടെ പോയാലും സ്കിപ്പ് ചെയ്യാറില്ല. അത് ഒരു ശീലം, നമ്മളൊക്കെ പഠിക്കേണ്ട ഒരു ശീലമാണ്. ഒന്നിൽ പോയാൽ തീരുന്നവരെ ആടി, കഴിയുന്നതും തീരുന്നവരെ ആടി ഇരിക്കുക എന്നുള്ള കേൾക്കുക. പിന്നെ ഉറക്കം വന്നാൽ ഉറങ്ങാതിരിക്കാൻ വയ്യേ.
ഇപ്പോൾ ആരായാലും അങ്ങനെയൊക്കെയുണ്ട്. ഇപ്പോൾ എല്ലാം നമുക്ക് ഇതാക്കാൻ പറ്റുമോ? ചിലപ്പോൾ നമ്മൾ ഉറങ്ങിപ്പോകും. അപ്പോൾ ഞാനും ഇടയ്ക്കൊന്ന് ഉറങ്ങിയിട്ടുണ്ട് ഇന്ന് കുറച്ച് നേരത്തെ. കോട്ടെ, അത് വേറെ കാര്യമാണ്. അപ്പോൾ ഇതൊരു ഫലവത്തായ നമ്മുടെ രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വൈതരണിയുണ്ട് നമ്മുടെ മുന്നിൽ. സാംസ്കാരികമായ, വിദ്യാഭ്യാസപരമായ, സാമ്പത്തികമായ വൈതരണിയുണ്ട്. അത് നേരിടാൻ പര്യാപ്തമായ രീതിയിൽ ഇതിനെ ഒന്ന് പരിഷ്കരിച്ച് എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തന പദ്ധതി ആയി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്നെ ക്ഷണിച്ചതിന്, എന്നെ കേട്ടതിന് പ്രത്യേകിച്ച് കുട്ടികളോട് നന്ദിയുണ്ട്. കാരണം കുട്ടികളാണ്, അവരേ ഉള്ളൂ. നമ്മളത്തെ 10-12 ആളാണ് നമ്മൾ. പിന്നെ കുറച്ച് മാഷന്മാർ ഇടുന്നാലും വന്ന ആളുകളേ ഉള്ളൂ. ഇത് അങ്ങനെ കുട്ടികളുടെ ഒരു ഈ ഒരു താല്പര്യം കൊണ്ടാണിത് വിജയകരമായി തീർന്നത്. അവരോട് പ്രത്യേകം നന്ദി. ഡിപ്പാർട്ട്മെൻറ്റിനോട് നന്ദി. ഇവിടെ സെൻട്രൽ ഗവൺമെൻറ് ഏജൻസി ഭാഷാ സംസ്ഥാൻ അല്ലേ, അവരോട് ഭാഷാ സമിതി, അവരോടൊക്കെയുള്ള നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവരുടെയും സഹകരണം ഈ ഒരു ഇതിൽ ഇനിയും ഉണ്ടാവണം എന്ന് അവർക്ക് വേണ്ടിയിട്ടും കൂടി ഞാൻ പറയുകയാണ്. എൻ്റെ അവസാനിപ്പിക്കും.